നമസ്കാരം. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ CPM സംസ്ഥാന സമിതി അംഗവും ഖാദി ബോർഡ് വൈസ് ചെയർമാനുമായ P. ജയരാജൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്. എല്ലാ ദുഷിച്ച പ്രചരണങ്ങളും നടത്തിയിട്ട് ഇപ്പോൾ ഹരിശ്ചന്ദ്രൻ ആണെന്ന് പറയുകയാണ് ഷാഫി പറമ്പിൽ. അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ നല്ലവനായ ഉണ്ണിയെപ്പോലെയാണ് ഷാഫി പറമ്പിലെന്നും ജയരാജൻ പരിഹസിച്ചു. പ്രചരണ സമയത്ത് എല്ലാ തോന്നിയാസങ്ങൾക്കും ഷാഫി പിന്തുണ നൽകി. ശൈലജ ഇസ്ലാമിനെതിരെ പറഞ്ഞു എന്ന തരത്തിൽ UDFകാർ വീഡിയോ ഇറക്കി. ഇതിനെ എവിടെയെങ്കിലും ഷാഫി തള്ളിപ്പറഞ്ഞിരുന്നോ? ഇപ്പോൾ ഷാഫി പറമ്പിൽ നല്ലവനായ ഉണ്ണിയെപ്പോലെ നടക്കുകയാണ്. വിഷലിപ്തമായ പ്രചരണങ്ങൾക്ക് പിന്നിൽ ഇന്നലെ മുളച്ചുപൊന്തിയ മാങ്കൂട്ടങ്ങളാണ്. എന്തൊക്കെ തറവേല കാണിച്ചാലും ശൈലജ ജയിക്കുമെന്നും P. ജയരാജൻ പറഞ്ഞു. P. ജയരാജൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: സകല ദുഷിച്ച പ്രവർത്തനങ്ങളും ചെയ്യുകയും എല്ലാ തോന്നിയാസങ്ങൾക്കും പിന്തുണ നൽകുകയും ചെയ്തിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ഹരിശ്ചന്ദ്രനാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. മതത്തിൻ്റെ പ്ലസ് വേണ്ടെന്നും വർഗീയവാദി എന്ന പേര് വേദനിപ്പിച്ചു എന്നുമാണ് ഇപ്പോൾ ടിയാൻ പറയുന്നത്. പോളിംഗ് തീരുന്ന സമയം വരെ എന്തുകൊണ്ടാണ് ഈ മാന്യൻ ഇതൊന്നും പറയാതിരുന്നത്? ശൈലജ ടീച്ചർ ഇസ്ലാമിനെതിരെ പ്രസംഗിച്ചു എന്നും പറഞ്ഞ് UDFകാർ ഇറക്കിയ വ്യാജ വീഡിയോയെ ഇലക്ഷൻ തീരുന്നതുവരെ എവിടെയെങ്കിലും ഈ മാന്യദ്ദേഹം തള്ളിപ്പറഞ്ഞുവോ? ഒരു നാടിനെയാകെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിട്ട് ഇപ്പോൾ മോങ്ങിയിട്ട് കാര്യമില്ല മിസ്റ്റർ ഷാഫി. തെരഞ്ഞെടുപ്പ് വരും പോകും, ജയിക്കും തോൽക്കും, പക്ഷേ ഒരു നാട്ടിൽ ഇത്തരം വിഷലിപ്തമായ പ്രചരണം നടത്തരുത്. ഇന്നലെ മുളച്ചുപൊന്തിയ ബുദ്ധിയില്ലാത്ത മാങ്കൂട്ടങ്ങൾക്ക് നാടിനെ സംരക്ഷിക്കണമെന്നോ മാന്യമായ രാഷ്ട്രീയം പറയണമെന്നോ ഉണ്ടാവില്ല. 3 തവണ MLA ആയിരുന്ന ഷാഫിക്കെങ്കിലും ഈ ചിന്ത വേണമായിരുന്നു. അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ നല്ലവനായ ഉണ്ണിയെപ്പോലെയാണ് ഷാഫി പറമ്പിൽ. നിങ്ങൾ നടത്തിയ വർഗീയ പ്രചരണം സമൂഹത്തിൽ ഉണ്ടാക്കിയ ആഘാതത്തിൻ്റെ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞ് നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ളവർ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എത്രയൊക്കെ തറവേല നടത്തിയാലും ശൈലജ ടീച്ചറുടെ ജയം തടയാൻ നിങ്ങൾക്കാകില്ല. വൻ ഭൂരിപക്ഷത്തിൽ ടീച്ചർ ജയിക്കും എന്നായിരുന്നു P. ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം വടകരയിലുണ്ടായ വർഗീയ ആരോപണത്തിന് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ മറുപടി നൽകിയിരുന്നു. കാഫിറിന് വോട്ട് ചെയ്യരുത് എന്ന പേരിൽ വന്ന പോസ്റ്റ് വ്യാജമാണ്. വ്യാജമായി സൃഷ്ടിച്ച സ്ക്രീൻഷോട്ട് ഉപയോഗിച്ചാണ് തനിക്കെതിരെ പ്രചാരവേല ആരംഭിച്ചത്. കാഫിർ എന്ന് വിളിച്ചുള്ള വോട്ട് വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തീർത്തും വ്യാജമായ സൃഷ്ടി വടകരയിലെ തൻ്റെ സ്വീകാര്യതയെ തള്ളിപ്പറയാനുണ്ടാക്കിയതാണ് എന്നും ഷാഫി വ്യക്തമാക്കിയിരുന്നു. വ്യാജ പ്രചരണങ്ങളുടെ ആനുകൂല്യം തനിക്ക് വേണ്ട. എതിർ സ്ഥാനാർത്ഥിയുടെ പല കമൻറ്റുകളും തരം താഴ്ന്നതാണെന്നും ഷാഫി കുറ്റപ്പെടുത്തിയിരുന്നു. വർഗീയവാദിയായി ചിത്രീകരിക്കുന്നത് സുഖകരമായ അനുഭവമല്ലെന്നും അതിന് നിരന്തരം മറുപടി പറയേണ്ടി വരുന്നത് പ്രയാസമാണെന്നും ഷാഫി വ്യക്തമാക്കിയിരുന്നു. വ്യാജമായി സൃഷ്ടിച്ചതാണെന്ന് കൃത്യമായി മാധ്യമങ്ങൾക്ക് മുൻപാകെ കാണിച്ചിട്ടും ഞാൻ കാഫിർ എന്ന് വിളിച്ചു, അതിൽ ഞാൻ മൗനം പാലിച്ചു, എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് പ്രസ് മീറ്റ് കൊടുക്കുന്നു. ബോധപൂർവം കാഫിർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യാജ നിർമ്മിതികൾ എതിർ സ്ഥാനാർത്ഥിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടാവില്ല എന്നും ഷാഫി ആരോപിച്ചിരുന്നു. വ്യാജമായ ഒന്നിന് ഞാനെന്തിന് മറുപടി പറയണമെന്നും അദ്ദേഹം ചോദിച്ചു. ഈ പോസ്റ്റിട്ടവരിൽ പലരും കാര്യം ബോധ്യപ്പെട്ടപ്പോൾ ഡിലീറ്റ് ചെയ്തു. വടകരയിലെ ജനങ്ങളും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയമാണ് പറയേണ്ടത്. വർഗീയതയുടെ പട്ടം ചാർത്തി കിട്ടുന്നത് നല്ല അനുഭവമല്ലെന്നും ഷാഫി പറഞ്ഞു. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പൊതുപ്രവർത്തനം തുടങ്ങിയ ആളാണോ? എൻ്റെ പൊതുജീവിതത്തിൽ എവിടെയാണ് വർഗീയതയോട് ചേർന്ന് നിൽക്കുന്നയാളാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളത്? എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ എൻ്റെ പോസ്റ്റുകളിലോ എനിക്കൊരു മതത്തിൻ്റെ പ്ലസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നും ഷാഫി ചോദിച്ചു. വടകരയിൽ പോളിംഗ് നടത്തിപ്പിൽ വീഴ്ചയുണ്ടായതായും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയതായും ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു.